നന്നായിട്ടങ്ങോട്ട് മിക്സ് ചെയ്യട്ടെ. മതി മതി മതി. അയ്യോ ചോറിട്ട് കൊല്ലല്ലേ. മതി 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 മതി. ഓ ചൂട് ചൂടേ. ഓ അസാധ്യ പോലും അറിയുന്നുണ്ട്. കിട്ടിലോസ്കി ചമ്മന്തി. പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് 5 കിലോ അരി നമ്മുടെ ഒരു സബ്സ്ക്രൈബറായിട്ടുള്ള ചേച്ചി ഗിഫ്റ്റായിട്ട് തന്നു. അപ്പോൾ എന്താ അരി എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പല വീഡിയോസിലും പറയാറുണ്ടല്ലോ, ദീപുവിന് വെളുത്ത അരി വൈറ്റ് റൈസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നോക്കുമ്പോൾ അരിക്ക് അത്യാവശ്യം വിലയൊക്കെ ഉണ്ട് കേട്ടോ. 110 രൂപയ്ക്ക് കിലോന് വിലയുണ്ട്. നമ്മൾ റേഷൻ അരിയും പിന്നെ വല്ലപ്പോഴാണ് നമ്മൾ പുറത്തുനിന്ന് അരി മേടിക്കുക. മിക്കവാറും ഞങ്ങൾ കഴിക്കണൊക്കെ റേഷൻ അരി തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ അരി ഞങ്ങൾ വെച്ച് നോക്കി ഓൾറെഡി. നല്ല ടേസ്റ്റുള്ള അരിയാണ്. വലിയ കറികളൊന്നും വേണ്ട. വളരെ സിമ്പിളായിട്ടുള്ള അവിയലോ അല്ലെങ്കിൽ ചെറിയൊരു ചമ്മന്തിയോ തൈരോ അതൊക്കെയാണ് ഈ ഒരു അരിയുടെ കൂടെ ചേരുക. അപ്പോൾ ഇതിൻ്റെ പേരെന്തായിരുന്നു? ഇങ്ങനെയാണ് ഇത്, ഈ ഒരു ബ്രാൻഡ് നെയിം. അപ്പോൾ നല്ല അരിയാണ്. അപ്പോൾ ഇനിയും നമ്മളിത് വാങ്ങാൻ ചാൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്ര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കഴിക്കാൻ പോണത് ഈ അരിയാണ്. ഇന്നിപ്പോൾ ഒരുപാട് റെസിപ്പി ഒന്നും കാണിച്ചിട്ട് ബോറടിപ്പിക്കണില്ല. എന്ന് വെച്ചാൽ മോരുകറി ഇപ്പോൾ നമ്മൾ എത്രയോ ചെയ്തിരിക്കണം. അത് തന്നെയാണ് മെത്തേഡ്. അപ്പം ഇന്ന് ഞങ്ങൾ ചൗച്ചവ് കൊണ്ടുള്ള ഒരു മോരുകറിയാണ് വെക്കുന്നത്. ഇപ്പോൾ കുറേ പേർക്കൊക്കെ എനിക്ക് തോന്നുന്നു ചൗച്ചവ് അറിയാമെന്ന്. ഞാൻ ഈ വെജിറ്റബിൾ ആദ്യമായിട്ട് കാണുന്നത് 2012-13 ടൈമിൽ, അന്ന് ചേതനയിൽ പഠിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ഓർഗാനിക് ഫുഡ് കഴിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഞാനും അമ്മ എത്തിയിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ കുറേ വർഷങ്ങളോളം എനിക്ക് തോന്നുന്നു ഓർഗാനിക് ഫുഡാണ് കഴിച്ചിരുന്നത്. തൃശ്ശൂർ ഒരു ആൾട്ര മീഡിയ എന്ന് പറഞ്ഞിട്ട്, അത് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു, ഒരു ഓർഗാനിക് ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നോക്കുമ്പോഴാണ് ഇങ്ങനൊരു വെജിറ്റബിൾ കാണുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ഈ വെജിറ്റബിൾ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതിൻ്റെ പേര് ചൗച്ചവ് എന്നാണ്. അപ്പോൾ അങ്ങനെയാണ് ആദ്യമായിട്ട് ഈ ഒരു സംഭവം നമ്മൾ കാണുന്നത്. പിന്നെ വീട്ടിൽ വന്നിട്ട് ഇത് കറി വെച്ച് നോക്കിയപ്പോൾ മോര് കറിയും എല്ലാതരം ഉപ്പേരി എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വെജിറ്റബിൾ. ഭയങ്കര എൻ്റെ ഒരു ഫേവറേറ്റ് വെജിറ്റബിൾ തന്നെയാണ് ചൗച്ചവ്. ഇപ്പോൾ ഫുഡി ഗഡി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലുണ്ട്. അപ്പോൾ സ്നേഹ എന്നാണ് ആ കുട്ടിയുടെ പേര്. സ്നേഹ നമ്മുടെ സബ്സ്ക്രൈബറാണ്, നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. സ്നേഹയുടെ ചമ്മന്തികളൊക്കെ അടിപൊളിയാണ്. നല്ല കിട്ടില്ല ചമ്മന്തികൾ. പിന്നെ മത്തി വെച്ചിട്ടുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, മത്തി കുമാരി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്നേഹയുടെ റെസിപ്പീസ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു സ്നേഹയുടെ പപ്പട ചമ്മന്തി കണ്ടപ്പോൾ എൻ്റെ നാവിൽ വെള്ളം വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് ട്രൈ ചെയ്യണം. അങ്ങനെ ആ പപ്പട ചമ്മന്തിയും പിന്നെ മോരുകറിയും പിന്നെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ചീരത്തോരനും ഒക്കെ വെച്ചിട്ടൊരു ചെറിയൊരു ഊണ്, അത്രേ ഉള്ളൂ. മുറുക്ക് മേടിച്ചിട്ടുണ്ട്, വേണം നിനക്ക് പറ്റിയത് ഇതേ കപ്പലണ്ടി മിഠായി. കപ്പലണ്ടി മിഠായി കഴിക്കൂലേ? പിന്നെ ഇതേ ഈ സാധനം മേടിച്ചിട്ടുണ്ട്. ഇത് കണ്ടൻസ്ഡ് മിൽക്കാണ്, മിൽക്ക് മെയ്ഡ്. ഇതെന്താണെന്നറിയോ? ബൺമസ്ക ഉണ്ടാക്കാനാ. ബൺമസ്ക ബണ്ണ് മേടിക്കും. ബണ്ണ് ഞാൻ ഇപ്പോൾ മേടിക്കും. ഇപ്പോഴല്ല, ഫുഡ് അടി കഴിഞ്ഞിട്ട്. വിശന്നിട്ടേ കണ്ണ് കാണില്ല, അത് മാത്രമല്ല ഉറക്കം വരുന്നു. എന്നാ ഒരു കുഞ്ഞ് കഷ്ണം, കുഞ്ഞ് കഷ്ണേ കഴിച്ചോക്കാന്ന്. കുഴപ്പമില്ല, നല്ല അധികം മധുരല്ല. അധികം മധുരം കഴിച്ചോക്കിയ മധുരം കുഴപ്പമില്ല അല്ലേ? അല്ലേ, നല്ല കുഴപ്പമില്ല. ഓവർ മധുരം അല്ലെങ്കിലും. അമ്മ മുറുക്ക് വേണ? രുദ്ര മുറുക്കല്ല, തൃശ്ശൂരാണ്. ഇതാ മുറുക്കോയി. ഇതാ കടിക്ക് കടിക്ക്. നല്ല അല്ലേ? നല്ല അല്ലേ? കുഴപ്പമില്ല അല്ലേ?
ഉള്ളി അരിയുന്നു, കപ്പലണ്ടി മിഠായി കടിക്കുന്നു അല്ലേ ദീപോ? ഒരു കുഞ്ഞു കഷ്ണം. താങ്ക് യു. വെന്തിട്ടില്ല അല്ലേ? പച്ച കളർ പോണ്ടേ? ചോറ് പെട്ടെന്ന് വേവണ അരിയല്ലേ അത്. കൂടിയോ വേവ്? അപ്പം അങ്ങനെ ചോറായി. ഇനി ഇതേ നമ്മുടെ ചൗച്ചവ് എന്തോന്നുണ്ട്, അതിലേക്ക് നമ്മൾ സാധാരണ ചേർക്കാറുള്ള അരപ്പ് ചേർക്കണം. ഇനി മോര് ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കല്ലേ അമ്മ? കുറച്ച് നേരം ഇത് വേവണല്ലേ? തിളച്ചിട്ട് മോര് ഒഴിക്കല്ലേ? കഴിച്ചോളൂ. വേബറിട്ടോ. സംഭവം ഉഷാറായിണ്ടാവും. ഇനി കടുക് പൊട്ടിച്ചാൽ മാത്രം മതി. രണ്ടാളും ആ കൈ അങ്ങോട്ട് നീട്ടിയേ. ആദ്യം അമ്മയ്ക്ക് കൈ നീട്ടി. നീ ഉണ്ട് സെറ്റല്ല അമ്മ അല്ല? അപ്പോൾ നമ്മുടെ ചൗച്ചോ മോര് കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി കടുക് പൊട്ടിക്കണം. ഇതിൽ കുറച്ച് വറ്റൽമുളക്, കുറച്ച് പഞ്ചസാര കേട്ടോ, കാരണം അപ്പോഴൊന്ന് ബാലൻസ് ആവുള്ളൂ. ഓക്കെ, ഒന്ന് മിക്സ് ചെയ്തോളൂ. ഒരു ശകല കയ്യിലിരിക്കാൻ ചോദിച്ചേ. അയ്യാ, ഇനി നമ്മൾ പപ്പട ചമ്മന്തി ഉണ്ടാക്കാൻ പോവാ. 6 പപ്പടം വറുത്താൽ മതിയിട്ടാ, ഉള്ള പപ്പടം മൊത്തം വറുക്കണ്ടപ്പോ. അപ്പോൾ ഒരു 6 പപ്പടം വറുത്തെടുത്തുണ്ട്. ഇനി നമ്മൾ ഈ കാണുന്ന ഉള്ളി ഉണ്ടല്ലോ, അത് ഈ എണ്ണയിലേക്ക് അങ്ങോട്ട് ചേർക്കും. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഒരു 8 എണ്ണം ചേർക്കുന്നുണ്ട്. അധികം വഴണ്ട് വരണ്ടെന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം വഴറ്റുന്നൊന്നുമില്ല. ഞങ്ങൾ കുറച്ച് കറിവേപ്പിലയും ഇഞ്ചിയും ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വാളംപുളിയൊക്കെ ഉള്ളതല്ലോ, അപ്പോൾ വയറിന് നല്ലതാണ് ഇഞ്ചി അല്ലേ അമ്മ? പപ്പട ചമ്മന്തിക്കുള്ള ഉള്ളിയും മുളകും വേപ്പലയും ഇഞ്ചിയും ഒക്കെ കൂടിയിട്ടുള്ള ഇതിലേക്ക് നമ്മളിനി കുറച്ച് വാളംപുളി അങ്ങോട്ട് ചേർക്കാൻ പോവാണ്. വാളംപുളി ചാലിച്ചതും. എൻ്റെ പ്രായമുണ്ട് ഈ പ്ലേറ്റിന്. ഇതെൻ്റെ അമ്മയുടെയും ഡാഡിയുടെ കല്യാണമല്ലേ, അതിന് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഈ പ്ലേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് തല്ലൂടും ഞങ്ങൾ പിള്ളേരൊക്കെ, അതായത് പാപ്പൻ്റെ മക്കളും ഞാനും ശ്രീരാജും. ചമ്മന്തിയുടെ ക്വാണ്ടിറ്റി ഇത്തിരി കുറഞ്ഞ പോലെ അല്ലേ? ചിലപ്പോൾ പപ്പടം ചേർക്കുമ്പോൾ ശരിയാവും. ആ മൂടിമേലുള്ളതും ഒരു 3 പപ്പടം അങ്ങോട്ട് വെച്ച് പൊട്ടിക്കാം. എൻ്റെ ദീപോ പൊട്ടിച്ചോ? നന്നായിട്ട് അങ്ങോട്ട് പിടിക്കുന്നു. പോരാ, ആ പപ്പടം കൊണ്ട് വെച്ചോ. ഉപ്പില്ല. ഓ, നല്ല എരിവുണ്ട്. വീട്ടിലും ചമ്മന്തി ഉണ്ട് കേട്ടോ, മതി. ഒരു ശകലം വെളിച്ചെണ്ണ വെച്ചിട്ട് കുറച്ചും കൂടി പുളി വേണമ്മ. എരിവ് ഇത്തിരി കഞ്ഞെല്ലാം കുടിക്കട്ടെ. അങ്ങനെ പുളിയും കൂടി അങ്ങോട്ട് വരുമ്പോഴത് ശരിയാവുള്ളൂ. നന്നായിട്ടങ്ങോട്ട് മിക്സ് ചെയ്യട്ടെ. ഇനി ദീപുവിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അത് ദീപോ, അമ്മയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ ആഗ്രഹം തോന്നുന്നുണ്ടാ അല്ലേ? കൊള്ളാം അല്ലേ? എന്നാൽ പിന്നെ ചോറിനാ. ഞാനിനി കൈ കഴുകണില്ല, ഇത് ചോറിലേക്ക് ഡയറക്റ്റ് കുഴക്കാന്ന് വിചാരിക്കുക. കാത്തിരിപ്പൂ കൺമണി അടങ്ങാത്ത വിഷപ്പോട്ടെ ഒടുങ്ങാത്ത കൊതിയോടെ. മതി മതി. അയ്യോ, ചോറിട്ട് കൊല്ലല്ലേ. ഈ ഒരു സൈഡിൽ ഇത്തിരി അങ്ങോട്ട് കുഴച്ച് നോക്കാം. ഈ ചമ്മന്തിയുടെ ആ ഒരു ടേസ്റ്റ് ചോറും കൂടി മിക്സ് ചെയ്ത്. കിട്ടിലോസ്കി ചമ്മന്തി ഒരു രക്ഷയില്ലേട്ടാ. നല്ല ചൂട് ചോറും ചീരത്തോരനും.
ആവി അങ്ങോട്ട് പറക്കല നോക്കിയേ. ആ ലേശം മോര് കറി കൊണ്ട് ഒഴിച്ചാൽ ഞാൻ പിന്നെ നിങ്ങളെ ശല്യപ്പെടുത്തില്ല ചേട്ടാ. ചാറ് ആ മതി 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 മതി. ഇത്തിരി ചമ്മന്തി ഞാൻ കൈ കൊണ്ട് എടുക്കട്ടെ. നമ്മളെ വീടല്ലേ, കൈ കൊണ്ടൊക്കെ എടുക്കാം. ഇന്നെന്തായാലും ഞാൻ ആദ്യം തുടങ്ങാം. ഓ ചൂടേ. ഓ അസാധ്യ മോര് കറിയുണ്ട് അമ്മ, കിട്ടില്ല മോര് കറിയുണ്ട് അല്ലേ. ഈ ചീരത്തോരനും ചമ്മന്തിയും എല്ലാം കൂട്ടി അഭിപ്രായം പറയൂ. അങ്ങനെ ചീരത്തോരൻ കൊള്ളാം അല്ലേ? ആരുണ്ടാക്കി ചീരത്തോരൻ? അമ്മ തന്നെ അല്ലേ? വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റമാണ് ഈ പപ്പട ചമ്മന്തി, മോര് കറി, ചീരത്തോരൻ. ഇതൊക്കെ വളരെ ഈസിയാണ്. ചമ്മന്തി വയ്ക്കി ഇതിപ്പോൾ ഉണ്ട് കലക്കിണ്ടല്ലേ? ഞാനേ ഈ ഒരു ചമ്മന്തി മാത്രമായിട്ട് കുറച്ച് ചോറ് അങ്ങോട്ട് കുഴക്കട്ടെ. ചോറ് ഒരു രക്ഷയില്ല. ഗംഭീര ചമ്മന്തി. ഇത് മാത്രം മതി ശരിക്കും ചോറാൻ. കുറച്ച് ചീരത്തോരനും കുറച്ച് പപ്പട ചമ്മന്തിയും ഇനി ശകലം മോര് കറിയും. കുറച്ച് മോര് കറിയുടെ ചാറ് വെച്ചത് ഇപ്പോൾ കഷ്ണം ഇട്ടോട്ടാ. കഷ്ണം 2-3 വീണോട്ടെ. മതി മതി. എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തടിക്കാം. ആ വെള്ളം എടുത്താൽ ആ വലിയ കപ്പനെടുത്തോ. ഒരു പിടി വേണം ദീപ. എൻ്റെ അമ്മ ചോറിനുണ്ട് കേട്ടാ. ഇനി ചോറുന്നില്ല എന്ന് പറയരുതാരും. ഒരു പിടി അമ്മയ്ക്ക് വേണം. ഔ എൻ്റെ അമ്മ എന്നോട് പിടിച്ച് വെച്ച് തുടങ്ങി. നല്ല അല്ലേ? എൻ്റെ പിടി അല്ലെങ്കിലും മാമയ്ക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. എരിവുണ്ടാവുന്നുള്ളോ, വേറെ കുഴപ്പമൊന്നുമില്ല അല്ലേ? ഏതെങ്കിലും ഒരു ഫുഡ് ഇഷ്ടമായാലും ഞാൻ അപ്പം വേർക്കും. ചോറ് വേണമെന്ന് വെച്ചാൽ വിശപ്പെട്ടു, പക്ഷെ ആക്രാന്തം മാറിയിട്ടില്ല. ഒരു കാര്യം ചെയ്യാം, കുറച്ചായിട്ട് ഉണ്ടാവും. ഗ്രാപ്പ് എടുക്കട്ടെ. അപ്പോൾ ഈ പപ്പട ചമ്മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റും ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണാം. പിന്നെ അഗൈൻ ഞാൻ പറയാണ്, പലരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നമ്മുടെ വീഡിയോ കാണണമെന്നാണ് യൂട്യൂബിൻ്റെ അനലിറ്റിക്സ് നോക്കുമ്പോൾ മനസ്സിലാവണേ. പറ്റുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ചാനൽ അങ്ങോട്ട് വളരട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരയ്ക്കും ബൈ.